ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം തുടങ്ങിയതു മുതൽ പ്രദേശത്ത് രൂക്ഷമായ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവാകുന്നു. ഇതിനു പുറമെ ദേശീയപാതയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രധാന പാതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ ജീവൻ പണയം വെച്ച് വേണം. യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാതെയാണ് ആമ്പല്ലൂർ ജംഗ്ഷനിലൂടെ ഇപ്പോൾ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങോട്ട് തിരിയണമെന്നോ ഏതുവഴി പോകണമെന്നോ അറിയാൻ കഴിയാത്ത വിധമാണ് ഇവിടത്തെ ട്രാഫിക് സംവിധാനം. റോഡ് മുറിച്ച് കടക്കേണ്ട വിദ്യാർത്ഥികളും കാൽനട യാത്രക്കാരുമാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. നെന്മണിക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിൽ ഉള്ളവർ ഇപ്പോൾ കിലോമീറ്ററുകൾ ചുറ്റിവളയേണ്ട അവസ്ഥയാണ്. മഴയൊന്ന് കനത്ത് പെയ്താൽ താഴ്ന്നു കിടക്കുന്ന ഈ പ്രദേശം വെള്ളക്കെട്ടിലമരും. ഡ്രൈനേജ് സംവിധാനങ്ങൾ പാടെ ഇല്ലാതാക്കിയാണ് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം. നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാനോ മറ്റ് നിർദ്ദേശങ്ങൾക്കോ തദ്ദേശീയരായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയ്ക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പറയുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത അവസ്ഥയിലാണ് നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നും ഇവർ പറയുന്നു. ഞങ്ങൾക്ക് പലർക്കും ഇവിടെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടുന്ന് കുറെ ജനപ്രതിനിധികളുണ്ട്. അത് ഇവിടുത്തെ വാർഡ് മെമ്പർ തൊട്ട് ഇപ്പൊ പുതിയതായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ MP വരെ ഉണ്ട്. ഇവിടെ എന്താണ് ഇതില് അക്കൗണ്ടബിൾ ആകുന്നത്? ഇവിടെ ഒരു അടിപ്പാതയോ മേൽപ്പാലോ വരുമ്പോൾ അതിനൊരു കലിങ്ക് പണിയാനുള്ള അത്ര പ്ലാനിങ് പോലും ഇല്ലാതെ മണ്ണ് പരിശോധന ഇന്നലെയാണ് പൂർത്തിയായത്. 2-3 മാസമായിട്ട് ഈ പാതയെല്ലാം കൊട്ടി അടച്ച് വളരെ പൊടിശല്യത്തോടെ ഇവിടെയുള്ള കടകൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാതെ ആക്കിയിട്ടും ഇതുവരെ ഒരു ജനപ്രതിനിധിയില് ഇടപെടുകയോ ജനങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങൾ ഗ്രാമസഭയിലൂടെ അവതരിപ്പിച്ച കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടെ. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ ഇത് ഇറങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ വെള്ളമെല്ലാം നേരെ ഇവിടുത്തെ ഓവുകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, ചാലുകളെല്ലാം. അതിലെല്ലാം നടപടി എടുക്കുന്നത് ഞങ്ങൾ ഗ്രാമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, പ്രമേയം മൂലം അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ അടിപ്പാത മൂലം ജനങ്ങൾ വലയുന്നതോടൊപ്പം ഒരു നാട്ടുകാരെന്നുള്ള രീതിയിൽ ഏറ്റവും ബാധിക്കുന്നത് നെന്മണിക്കര ദേശത്തെയാണ്. നാടിന്റെ വികസനത്തിന് തങ്ങൾ എതിരല്ലെന്നും വികസനം വരേണ്ടത് തന്നെയാണെന്നും തദ്ദേശീയർക്ക് ബദൽ സംവിധാനങ്ങൾ ഒരുക്കി വേണം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനെന്നുമാണ് ഇവർ പറയുന്നത്. ഇവിടെ മേൽപ്പാലം വരുന്നത് ഈ ഒരു നാടിന്റെ ആവശ്യമാണ്. പക്ഷെ നെന്മണിക്കര ഞങ്ങളുടെ 5-6 വാർഡിനെ സംബന്ധിച്ച് ഞങ്ങൾക്കത് ഭയങ്കര ദുരിതമാണ്. നെന്മണിക്കര 3 സൈഡും ചുറ്റപ്പെട്ട് വരുന്ന ഒരു മേഖലയാണ്. ഞങ്ങൾക്ക് കയറണമെങ്കിൽ ആമ്പല്ലൂർക്ക് കയറണമെങ്കിൽ ഒന്നില്ലെങ്കിൽ മൂവിസിന്റെ ആയാലും അല്ലെങ്കിൽ ഗോകുല ഹോട്ടൽ സൈഡിൽ കയറാൻ പറ്റുള്ളൂ. ഈ 2 സൈഡിൽ കൂടിയും ഒരു നിലയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ് ഇപ്പോൾ. ഇവിടെ എന്താ നടക്കണമെന്ന് ചോദിക്കാൻ പോലും ആരുമില്ല. ഞങ്ങളുടെ ജനകീയമായ വിഷയങ്ങളിൽ അല്പമെങ്കിലും ഇടപെടുന്നത് NCTV ആണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകരായ പല ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരോടൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ളവർ പറയുന്നത്. രാവിലെയും ഉച്ചതിരിഞ്ഞും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് റോഡ് മുറിച്ചു കടക്കാൻ സഹായിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാൻ പ്രദേശത്തെ ജനപ്രതിനിധികൾ കാര്യക്ഷമമായി ഇടപെടണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണം അനിശ്ചിതമായി നീളുമ്പോൾ ആശങ്കയിലാണ് നെന്മണിക്കര പഞ്ചായത്തിലെ 5-6 വാർഡുകളിലുള്ളവർ. വിദ്യാർത്ഥികളടക്കമുള്ളവർക്ക് പ്രദേശത്ത് നിന്ന് റോഡൊന്ന് മുറിച്ചു കടക്കാനോ ഭയമില്ലാതെ സഞ്ചരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ വിഷയത്തിൽ നടപടികളുമായി മുന്നോട്ടു പോകാത്തതാണ് പ്രദേശവാസികളെ കൂടുതൽ നിരാശരാക്കുന്നത്. യാത്രാ സൗകര്യമൊരുക്കാൻ, സഞ്ചാര സ്വാതന്ത്ര്യമൊരുക്കാൻ ജനപ്രതിനിധികൾ ഇടപെടണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.